ഹായ്, അപ്പം നമുക്കിന്നൊരു ജാപ്പനീസ് ഫ്രൂട്ട് സാൻഡ്വിച്ച് ആക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ്, അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അപ്പം ബ്രെഡാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുമോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. അപ്പം നമുക്കിത് ഒരു ഫ്രൂട്ട് വെച്ച് മാത്രമായിട്ടും ഉണ്ടാക്കാം. അതല്ല നമുക്ക് മിക്സഡ് ഫ്രൂട്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പം ഞാനിവിടെ മാംഗോയും കിവിയും സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് കിവിയും സ്ട്രോബെറിയാണ്. പിന്നെ മാംഗോ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും കൂടെ ആഡ് ചെയ്തത്. ബാക്കി ഫ്രൂട്ട് ഏറ്റവും നല്ലത് ഇത് കിട്ടുമെന്ന് നോക്കുക. എന്നിട്ടിത് വലിയ സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. സ്ട്രോബെറി കട്ട് ചെയ്യേണ്ട, നമുക്ക് മുകളിലത്തെ സ്റ്റെം പോർഷൻ മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് വലിയ സ്ലൈസായിട്ട് തന്നെ വേണം ബ്രെഡിൽ വയ്ക്കാനായിട്ട്. അപ്പം സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എൻ്റെ ഔസേപ്പച്ചന് ഒരു വിപ്പിംഗ് ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്താൽ കേട്ടോ. അപ്പം എൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഞാൻ ഒരു ഹാപ്പി ഫാമിലിയുടെ വ്ലോഗിലാണ് ഇത് ഫസ്റ്റ് കണ്ടത്. അപ്പോൾ അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു തിൻ ലെയർ ഓഫ് ബട്ടർ അപ്ലൈ ചെയ്യുക ബ്രെഡിൽ. അതിൻ്റെ മുകളിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഒരു തിക്ക് ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം വേണം. ബട്ടർ ചെറിയൊരു തിൻ ലെയർ മതി, പക്ഷേ വിപ്പിംഗ് ക്രീം അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഡയഗണലി വേണം ഫ്രൂട്ട്സ് പ്ലേസ് ചെയ്യാനായിട്ട്. അത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് രീതിയിൽ നമുക്ക് ഏത് ഷേപ്പിൽ കട്ട് ചെയ്ത് വരുമ്പം ഏത് ഭംഗിയിൽ കാണണമെന്ന് നമുക്ക് ഇതുണ്ടോ ആ രീതിയിൽ നമുക്കത് പ്ലേസ് ചെയ്യാം. അപ്പം ഞാൻ മാംഗോ, സ്ട്രോബെറി, കിവി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ലെയർ ഓഫ് വിപ്പിംഗ് ക്രീം കൂടെ അപ്ലൈ ചെയ്യണം. അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വേണേ. എന്നിട്ട് നമ്മൾ എല്ലായിടത്തും നന്നായിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം എല്ലായിടവും നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും ഒരു ബ്രെഡിൽ ബട്ടർ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിലത്തെ ലെയറിൽ വെച്ചിട്ട് നമ്മൾ ക്ലിങ് ഫിലിമിൽ റാപ്പ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമ്മളിത് ഡയഗണലി തന്നെ കട്ട് ചെയ്തിട്ട് നമ്മളിത് സെർവ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും.